Good afternoon, dear students and parents. Welcome back to Study in Lithuania. I am Dr. T. Varghese, Educational Consultant. Today, I am having Ashwin, my student, who is a student at LSMU University, Lithuania University of Sciences, for his BSc Nursing program. He is from Kerala, and this interview is going to be in Malayalam language. Hello, Ashwin. Hello. Namaste. First of all, congratulations. TRP എന്ന് പറയുന്ന ആ ഒരു വലിയ അച്ചീവ്മെന്റ്, അത് വലിയ അച്ചീവ്മെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. പാരന്റ്സിനോട് ഒരു അന്വേഷണം പറയുക. നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് BSc നഴ്സിംഗ് പ്രോഗ്രാം LSMU യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്, ഈ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് മനസ്സിലാക്കിയത്, അതേപോലെ ഒരു കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ എപ്രകാരം ഈ ഒരു എൻ്റെ പ്രൊസീജിയർ എത്ര മാസമാശയം നമ്മൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് 8 മാസമായി. എന്ത് പെട്ടെന്ന് സമയം പോകുന്നല്ലേ. അപ്പോൾ ഇത്രയും മാസങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഫ്യൂച്ചർ സ്റ്റുഡൻസിനും പേരൻസിനും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അശ്വിന്റെ എക്സ്പീരിയൻസസ്. ഞാൻ നഴ്സിംഗ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് നഴ്സിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താണ്, BSc കെമിസ്ട്രി ആയിരുന്നത്. അപ്പോ BSc കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം BSc നഴ്സിംഗ്. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഡിഗ്രി എടുക്കണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഒരെണ്ണം പുറത്തു പോയി പഠിക്കാം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ ഓൾറെഡി വേറെ കൺട്രീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വട്ടം എനിക്ക് ജർമ്മനി റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് അങ്ങനത്തെ ഇതിന് അതെ. അപ്പൊ അതിനുശേഷമാണ് മാഡത്തിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ മനസ്സിലായി. കാര്യം ഞാൻ മാർക്കറ്റിംഗ് പ്രൊമോഷൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള മീറ്റിംഗ്, അവരുമായിട്ടുള്ള ഇന്റർവ്യൂ, അപ്പൊ അത് ലൈവായിട്ട് സ്റ്റുഡൻസിനെയും പേരൻസിനെയും കാണിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാര്യം എവിടെ വരുന്നു നമുക്ക് എന്തോ ഒരു കാര്യത്തിനെ പറ്റി പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി യൂണിവേഴ്സിറ്റി, അതിന്റെ ഫെസിലിറ്റി, അവരുടെ അക്കോമഡേഷന്, അവിടുത്തെ വിവിധ ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ കാണിച്ചു തന്ന് പറയുക എന്നുള്ള ആ ഒരു കാര്യത്തിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം. കാര്യം അതാണ് സ്റ്റുഡൻസ് ആയ നിങ്ങളും പേരൻസും മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറെ നോക്കി കഴിഞ്ഞപ്പോ വേറെ ആരും അങ്ങനെ ചെയ്യണമെന്നും കണ്ടിട്ടില്ല. മനസ്സിലായി. അപ്പോ യൂട്യൂബിൽ നോക്കിയിട്ടാണ് മാഡത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അറിയുന്നത്. ഓക്കെ. കൺസൾട്ടേഷന്റെ ഒരു 8 മാസത്തെ ദീർഘമായ ജേർണി അല്ലേ? ഷോർട്ട് ജേർണി ആണോ ലോങ് ജേർണി ആണോ? ലോങ് ജേർണി. അപ്പോ എല്ലാതും മാഡത്തിന്റെ ഹെൽപ്പ് കൂടി തന്നെയാണ് നടന്നത്. കാരണം ഇത് പ്രോസസിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ഹെഡേക്ക് ആണ്. അപ്പോ നമുക്ക് വളരെ ഈസി ആയിരുന്നു. അധികം ഡോക്യുമെന്റ്സും നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കാൻ ഉണ്ടായിരുന്നു, പക്ഷെ മാക്സിമം ഹെഡേക്ക് മാമാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ ഈ TRP പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ക്ഷമ വേണ്ട ഒരു പ്രൊസീജിയർ ആണ് അല്ലേ? പെട്ടെന്ന് ഓടി വന്നിട്ട് എനിക്ക് TRP എന്ന് പറയുന്ന ചില കേസസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ വളരെ ഷോക്ക് ആയിപ്പോയി. ഇതെന്താണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. ഒരു മാസം മുമ്പ് വരും, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വന്നിട്ട് എല്ലാം പെട്ടെന്ന് ഇത് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സിറ്റി വളരെ അമേസിംഗ് യൂണിവേഴ്സിറ്റിയാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് ഇമെയിൽ അയച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട് അല്ലെ? മാക്സിമം ഒരു 1 to 2 hours നമുക്ക് റെസ്പോൺസ് വരുന്നുണ്ട്. അക്കോമഡേഷൻ എവിടെയാണ്? അപ്പോ അതും എല്ലാതും ശരിയായിട്ടുണ്ട്. അപ്പോ അതിന്റെ റെന്റും കാര്യങ്ങളും 117 യൂറോ ആണ് വരുന്നത്. 117 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കറൻസി റേറ്റ് വെച്ച് 10,599 ഡബിൾ റൂമിന് ട്രിപ്പിൾ ആണെങ്കിൽ 90 യൂറോ. ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്തായാലും കൺവീനിയൻസ് എനിക്കൊന്നും എന്തായാലും കൺവീനിയൻസ് ഉണ്ട്. കാര്യം മിക്ക കുട്ടികളും പാർട്ട് ടൈമിന് പോകുന്നു. നിങ്ങളൊക്കെ ചിലപ്പോൾ റൂമിൽ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈമിന് പോകുന്നു, അല്ലെങ്കിൽ സ്റ്റഡീസിന് പോകുന്നു. പിന്നെ ഒരു പുതിയ എൻവയോൺമെന്റ് ആണ്. അപ്പൊ നമ്മൾ മാനസികമായിട്ട് സ്റ്റഡി വൈസ് ഒക്കെ നല്ലൊരു ഓറിയന്റേഷൻ ആവശ്യമാണ്. അപ്പൊ അത്യാവശ്യം വേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ടല്ലോ. എല്ലാം മനസ്സിലായല്ലോ? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിവിധ സ്കോളർഷിപ്പുകളെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ചെന്നതിന് ശേഷം നന്നായിട്ട് പഠിക്കുക, ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ചാൻസസ് ആണ്, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ള സ്റ്റുഡൻസിനെയും കൂടെ ഹെൽപ്പ് ചെയ്യുക. നമുക്ക് പറ്റുന്ന ആളുകൾക്ക് റൈറ്റ് ഗൈഡൻസ് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. കാര്യം എല്ലാ ആളുകളെ സംബന്ധിച്ചും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്
എസ്പെഷ്യലി എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ആഗ്രഹമാണ്. ഇറ്റ്സ് എ ബിഗ് ഡ്രീം. അപ്പൊ എല്ലാവർക്കും അത് പോസിബിൾ ആകണം എന്നില്ല. നമുക്കത് പോസിബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ ഫീച്ചേഴ്സും മാക്സിമം ഉപയോഗിക്കാനും അത് പ്രൊസീഡ് ചെയ്യാനും നമ്മളോട് മെന്റലി പ്രിപ്പറേഷൻ വേണം. ഞാൻ ഓൾറെഡി 6 വർഷം വർക്കിംഗ് ആണ്. അതിനുശേഷം ഇപ്പോൾ ട്രൈ. അപ്പൊ ലൈഫിന്റെ ആ ഒരു സീരിയസ്നെസ്സിനെ പറ്റി അശ്വിനോട് പറയേണ്ട കാര്യമില്ല. കാര്യം അശ്വിൻ ഓൾറെഡി ഒരുപാട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആള്. ഏത് സെക്ടറിലായിരുന്നു? മെഡിക്കൽ ഫീൽഡ്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ലൂപ്പിൻ എന്ന് പറഞ്ഞൊരു MNC-യിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോ നല്ല കമ്പനി ആയിരുന്നു. ഒരു പ്രശ്നങ്ങളും പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലായി. അപ്പൊ ഇനി പോകുമ്പോഴ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പിന്നെ അശ്വിൻ പഠിക്കുന്ന പ്രോഗ്രാം BSc നഴ്സിംഗ് ആണ്. അപ്പൊ BSc നഴ്സിംഗ് പ്രോഗ്രാംസിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഓൾറെഡി കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു കോർഡിനേറ്റേഴ്സിന്. അപ്പൊ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ഈ സിമുലേഷൻ ലാബ്, വിവിധ ഫെസിലിറ്റീസ്, ഈവൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു മെഡിക്കൽ കോളേജില് നമുക്ക് നേരിട്ട് എൻട്രി ICU, അതേപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസ് ചെയ്യുന്ന റൂംസിൽ വരെ പോകാനും അത് നിങ്ങൾക്ക് കാണിക്കാനും ഒക്കെ അവരെല്ലാം ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്കും അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. അതിന് യാതൊരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മലയാളത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്ന പോലെ അവിടെ വരുന്ന പേഷ്യൻസും ഈ മെഡിസിൻസും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതും സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതും ഒക്കെ ലിത്വാനിയൻ ലാംഗ്വേജിലായിരിക്കും. അതിനൊക്കെ ഓരോ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടും ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ പഠിക്കണം. അതിനുശേഷം 1 year സ്റ്റേ ബാക്ക് TRP ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടുന്നത്, അവിടുത്തെ വർക്കിംഗ് ലൈസൻസ് കിട്ടുന്നത്. അപ്പം ലിത്വാനിയനിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് നിങ്ങൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്ര ഓപ്പർച്യൂണിറ്റിയാണ് LSM യൂണിവേഴ്സിറ്റിയിലെ BSc നഴ്സിംഗ് കോഴ്സിന് പ്രധാനമായിട്ടുമുള്ളത്. അപ്പോ അശ്വിൻ ഇപ്പൊ പോവുകയാണ്. എല്ലാവരുടെ ആശംസകളും. കൂടാതെ എനിക്ക് പുതിയ സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയാനായിട്ടുള്ളത്, നഴ്സിംഗ് പ്രോഗ്രാമിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. 2024 സെപ്റ്റംബർ 1-ാം തീയതി മുതലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ അതിന്റെ അഡ്മിഷൻസ് അറ്റ്ലീസ്റ്റ് ഒരു ഫെബ്രുവരി മാർച്ച് 2024 മുതൽ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഫൈൽ വെരിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം ഒരു 63-65% പ്ലസ് ലാംഗ്വേജ് ഫ്ലുവൻസി മസ്റ്റ് ആണ്. ജെനുവിൻ മോട്ടിവേറ്റഡ് സ്റ്റുഡന്റ് ആയിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് IELTS മാൻഡേറ്ററി അല്ല, പക്ഷെ ലാംഗ്വേജ് ഫ്ലുവൻസി യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് പറയാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. പ്രൈമറി മോട്ടീവ് സ്റ്റഡീസ് ആയിരിക്കണം, അല്ലാതെ മൈഗ്രേഷൻ പർപ്പസ് ആകാൻ പാടില്ല. അത് സെക്കൻഡറി ആണ്. പ്രൈമറി നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് നെക്സ്റ്റ് ഇയറിലത്തേക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ചൂടാൻ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. ഇനി 2024 ഫെബ്രുവരി 1-ാം തീയതി മുതൽ വിവിധ ലിത്വേനിയൻ യൂണിവേഴ്സിറ്റീസിൽ മാനേജ്മെന്റ്, സോഷ്യൽ വർക്ക്, അതേപോലെ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം തുടങ്ങിയ പ്രോഗ്രാംസിനൊക്കെ BBA കോഴ്സ്, MBA കോഴ്സിനൊക്കെ ആപ്ലിക്കേഷൻസ് എടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓൾറെഡി സെപ്റ്റംബർ 1st വീക്കോട് കൂടി തുടങ്ങുകയാണ്. അതായത് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറയുമ്പോൾ അടുത്ത ഫെബ്രുവരി 1-ാം തീയതി 2024 നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. ജനുവരി ഒരു 20 ആകുമ്പോഴെങ്കിലും നിങ്ങൾ ലിത്വാനിയയിൽ എത്തിയിരിക്കണം. അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ്, സീരീസ് ആണ്, ജെന്യുവൻ ആയിട്ട് കൊടുക്കാനായിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വേണ്ട എല്ലാവരുടെ ഗൈഡൻസുകളും ഒരു കൺസൾട്ടന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. Looking forward for the best for the future students. I wish all the very best and take care. Have a nice trip. Enjoy, your education and your personal growth in Lithuania. Okay. Sure. Thank you.